മൂന്നാറിൽ ഇന്നലെ കൊല്ലപ്പെട്ട സുരേഷ് കുമാർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയാണിത്. ഈ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തു, അടിച്ചു തകർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ആ ഭാഗത്തു നിന്നാണ് ആന എത്തിയത്. സുരേഷും മറ്റു യാത്രക്കാരുമായി ഈ ഭാഗത്തു നിന്ന് വരികയായിരുന്നു. അതിനിടയിൽ ആന പെട്ടെന്ന് വന്നപ്പോൾ ഈ വാഹനം മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വീണ സുരേഷ് കുമാറിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ഈ ഓട്ടോയ്ക്ക് മുകളിൽ തന്നെ അടിച്ചു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ വെച്ച് പലതവണ ഇദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേർ ഇതിലൂടെ ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ ഇവിടെ സ്ഥിരമാന വരുന്ന സ്ഥലമാണോ? நைமக்காட்டுல இருந்து இங்க வர சலம் தான். இவங்க இந்த வளவும் கேப்ல பார்க்காம மேல இருந்து வந்த யானை தான். இന്നലെ காலையில இங்க ஆனை இருந்ததா? பார்க்கவே இல்லை. நைட்டு பகலெல்லாம் தெரியல. நைட்டு தான் அங்க இருந்து மேல இருந்து வந்திருக்கு. பகலனா இவங்க கவனமா வந்திருப்பாங்க. நைட்டுங்கும் பிள்ளைகளுக்கு தெரியல. ആന സ്ഥിരം വരുന്ന സ്ഥലം? സ്ഥിരം വരக்கூடிய സ്ഥലമാണ്. സുരേഷ് കുമാർ സാധാരണ ഈ സമയത്താണോ വരുന്നത്? ஆமாம், நைட்டில் ஆட்கள் வேலைக்கு போயிட்டு ഫാക്ടറി പോയിട്ട് വരக்கூடிയത്. ഇവിടെ ആനയുടെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശമാണ്. സുരേഷ് കുമാറിന്റെ ഷർട്ട്, രക്തം പുരണ്ട ഷർട്ട് ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ വാഹനം ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തു നിന്ന് ഉണ്ടായിരുന്ന യാത്രക്കാർ, പ്രത്യേകിച്ച് ഒരു ചെറിയ കുട്ടി അടക്കം ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു എന്നത് തന്നെ വളരെ അത്ഭുതമാണ്. മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വാഹനവുമായി മറ്റെങ്ങോട്ടെങ്കിലും മാറ്റി അല്ലെങ്കിൽ ഓടിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഇടുങ്ങിയ റോഡാണ്. ഇതിനിടയിൽ മറ്റു വഴികളൊന്നുമില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ വാഹനം മാറ്റുന്നതിന് പോലും. അതാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കന്നിമലയിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.